അപ്പം നമ്മൾ ഇന്നും ഒരു ഗംഭീര സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു 3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിലാദ്യത്തെ കാര്യം എൻ്റെ ഈ തൊണ്ടേനെ കുറിച്ചാണ്. ഇത് ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് മടുത്തിട്ടും ഉണ്ടാവും കേട്ടിട്ട്. പക്ഷെ പറയാണ്ടിരിക്കാനും പറ്റില്ല, അത്രയും പ്രശ്നമുണ്ട് തൊണ്ടക്കകത്ത്. ഇപ്പം ഞാൻ സാധാരണ വീഡിയോയിൽ ഈ കാര്യം പറയുമ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കുന്നൊരു കാര്യമാണ്, നിനക്കെന്താടാ വയ്യേ, എപ്പോഴും നിനക്ക് തൊണ്ടക്ക് പ്രശ്നമാണല്ലോ. അങ്ങനെയുള്ള കുറേ കമൻസ് വരാറുണ്ട്. സോ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനത് ഡോക്ടറെ കണ്ടതാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കുറേ ടാബ്ലറ്റ് എഴുതുന്നല്ലാണ്ട് എനിക്കൊരു ഉപകാരമില്ല. ഇതുവരെ ഇത് ശരിയായിട്ടില്ല. അതുകൊണ്ട് ചില സമയങ്ങളിൽ ചില വീഡിയോയിൽ സൗണ്ടൊക്കെ അടിപൊളിയായിരിക്കും, എന്നാൽ ചില വീഡിയോസിൽ ഭയങ്കര മോശമായിരിക്കും. സോ ഇതിൽ മോശമാണ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ തൊണ്ട ശരിയാവാനുള്ള അല്ലെങ്കിൽ സൗണ്ട് ശരിയാവാനുള്ള വല്ല മാർഗം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഉപകരിക്കും. അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അത് നമ്മുടെ സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ ലെങ്ത്ത് ഭയങ്കര കൂടുതലാണ്. സോ അതിനനുസരിച്ച് വീഡിയോയുടെ ലെങ്ത്തും കൂടിക്കൊണ്ടേയിരിക്കും. ഏകദേശം ഒരു 40-45 മിനിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ 2 പാർട്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പേടിക്കൊന്നും വേണ്ട, ഒന്നാമത്തെ പാർട്ട് ഇട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞിട്ടൊന്നുമില്ല സെക്കൻഡ് പാർട്ട് ഇടുക. ഇതിൻ്റെ ഒപ്പം തന്നെ സെക്കൻഡ് പാർട്ട് ഇടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ഈ സിനിമയിൽ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ വളരെ നന്നായിരിക്കും. ഇനി ശ്രദ്ധിക്കാണ്ട് എന്നെ ഒന്ന് തെറി വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ മുമ്പേ പറഞ്ഞേക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് കാണുക. ഇനി നമ്മുടെ സിനിമ, ഇതിനകത്ത് ഹാക്കിംഗ് ഉണ്ട്, പോലീസ് ഉണ്ട്, കള്ളനുണ്ട്, മോഷണമുണ്ട്, എല്ലാതും ഉണ്ട്. പക്ഷെ സിനിമയുടെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല, അത് നമ്മുടെ ജാക്കി ചാന. ആ ഒരൊറ്റ ഫാക്ടർ മതി ഒരു സിനിമ മൊത്തത്തിൽ കാണാൻ. അങ്ങേരുടെ സിനിമയെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, പ്യുവർ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഈ ഒരു സിനിമയും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ സിനിമയുടെ വൺലൈനൊന്നും പറഞ്ഞിന് സമയം കളയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. നിക്ക് ഒരൊറ്റ കാര്യം കൂടെ, മിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ തുടങ്ങാം. ചൈനയിലെ തന്നെ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയനായ മെക്കാവോ, വളരെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് മെക്കാവോ. അങ്ങോട്ടതാ 4 ചെക്കന്മാർ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവരാണെങ്കിൽ ഭയങ്കര പ്രിപ്പയർഡാണ്. അവരെന്താണോ ചെയ്യാൻ പോകുന്നത് അതിനവർക്ക് സഹായിയായിട്ട് 2 പേര് പുറത്തുണ്ട്. ഒന്നൊരു വയസ്സായ മനുഷ്യൻ, ഇയാളാണെങ്കിൽ പുറത്തിരുന്നുകൊണ്ട് പോലീസുകാരുടെ റേഡിയോ മെസ്സേജസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ആൾ ഒരു ഹാക്കറാണ്. ഈ ഹാക്കറിൻ്റെ പേരാണ് ഷീമാങ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിറ്റിയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നത്. അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്ത് അഡ്വാൻസ്ഡ്. ഇവരുടെ കയ്യിലില്ലാത്ത ടെക്നോളജി ഇല്ല. അങ്ങനെ ഈ സമയത്താണ് ഒരു പോലീസുകാരൻ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച കാണുന്നത്. ഇവരുടെ ഒരു സ്ക്രീനിലായിട്ട് ചെറിയൊരു ഗ്ലിച്ച്. സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. സോ അയാൾ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഈ ഗ്ലിച്ചിൻ്റെ കാരണക്കാരൻ വേറെ ആരുമല്ല, സാക്ഷാൽ ഷീമാങ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെക്കാവോയിലെ ചെറിയൊരു ബാങ്കിൽ അലാം അടിക്കാൻ തുടങ്ങുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു മോഷണ ശ്രമം. ഇതപ്പം തന്നെ ടെക്നോളജി കാരണം പോലീസുകാർ അറിയുന്നു. പിന്നെ പറയണ്ടല്ലോ, ഇവരുടെ മാം വലിയൊരു ടീമിനെ തയ്യാറാക്കുന്നു. അങ്ങനെ ക്യാപ്റ്റനും ബാക്കിയുള്ളവരും കൂടെ നേരെ ബാങ്കിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ബാങ്കിലത്തെ CCTV പരിശോധിക്കുന്നത്. അതിനകത്ത് ചെറുപ്പക്കാരായ 4 ചെക്കന്മാരാണ് ഈ മോഷണം ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, അവന്മാർ പുറത്ത് കടന്നിട്ടുണ്ട്. പക്ഷേ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല കയറിയിട്ടുള്ളത്. കാരണം അവർ തിരിച്ചിറങ്ങുമ്പോൾ അവരുടെ കയ്യിലൊരു ബാഗോ ചാക്കോ ഒന്നുമില്ല. സോ ദേ ആർ ആഫ്റ്റർ സംതിങ് എൽസ്. ഇനിയിപ്പോൾ ബാങ്കിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അവന്മാർ പിടിക്കണമെന്നുണ്ടെങ്കിൽ സ്പൈസ് ഗേളിൻ്റെ സഹായം കൂടിയേ തീരൂ. സ്പൈസ് ഗേൾ അഥവാ സർവൈലൻസ് ആൻഡ് പേഴ്സ്യൂട്ട് AI സിസ്റ്റം. ഇതൊരു മാരക AI സെറ്റപ്പാണ്. അങ്ങനെ അതും വെച്ച് ഒറ്റയടിക്ക് ബാങ്കിൻ്റെ 3 കിലോമീറ്റർ റേഡിയസിലുള്ള 4328 സെക്യൂരിറ്റി ക്യാമറാസും അങ്ങ് സെർച്ച് ചെയ്യുന്നു. സ്പൈസ് ഗേൾ ഒരു പേഴ്സ്യൂട്ട് സിസ്റ്റം ആണല്ലോ. സോ മോഷണം നടക്കുന്നതിന് മുമ്പുള്ള സംശയം തോന്നിക്കുന്ന എല്ലാ കാറുകളും സെക്യൂരിറ്റി ക്യാമറ വഴി അങ്ങ് പരിശോധിക്കുന്നു. അതിൽ നിന്ന് സ്പൈസ് ഗേളിന് കള്ളന്മാരുടെ വണ്ടി കിട്ടി. എന്നിട്ട് ആ വണ്ടി ഇപ്പോൾ എവിടെയുണ്ടെന്ന് സെർച്ച് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇവരുടെ മാം ഒരു പ്ലാൻ അങ്ങ് തയ്യാറാക്കി. ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ലൈവ് ഫുട്ടേജസ് ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ആ കാറിന് എങ്ങോട്ട് പോകാൻ നോക്കിയാലും പോലീസുകാരത് കാണും. സോ കാറ് പോകാൻ പോകുന്ന ഏകദേശം റൂട്ട് വെച്ചിട്ട് ക്യാപ്റ്റനെയും ബാക്കിയുള്ള പോലീസുകാരെയും കൊണ്ട് അങ്ങ് വളയുന്നു. പക്ഷേ ഇനിയാണ് ആ ട്വിസ്റ്റ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാറില്ല. ഇവിടെയുള്ള മുഴുവൻ ക്യാമറാസിലും അങ്ങനെ ഒരു കാറ് ഏഡാക്കിയിട്ടുള്ളതാണ് ഷീമാങ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും പോലീസുകാരെ പൊട്ടനാക്കി കള്ളന്മാരങ്ങ് സേഫായി. നാട്ടിലുള്ള മുഴുവൻ ക്യാമറാസും ഒരൊറ്റൊരാൾ ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷീമാങ് അത്ര ചെറിയ പുള്ളിയല്ല. എന്തായാലും മാമും ബാക്കിയുള്ളവരും ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോഴാണ് മെക്കാവോയിലെ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റ് കാണിക്കുന്നത്. അതാണെങ്കിൽ വലിയൊരു ടവറാണ്. അതിനകത്താണ് ഈ ഡിജിറ്റലായിട്ടുള്ള അസറ്റും പൈസയൊക്കെ സൂക്ഷിക്കുക. അങ്ങോട്ടതാ ഇന്നലെ രാത്രി കള്ളന്മാരെ സഹായിച്ച വയസ്സനുണ്ടല്ലോ, അങ്ങേരങ്ങ് കയറി വരുന്നു. അതും ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ. ഇതേ സമയം പോലീസുകാരാണെങ്കിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ബാങ്കിനകത്തുള്ള ഒരൊറ്റ സേഫ്റ്റി ഡെപ്പോസിറ്റ് ബോക്സ് മാത്രമാണ് കൊള്ളയടിച്ചിട്ടുള്ളത്. അതാണെങ്കിൽ ഒരു വെൽത്തി ബിസിനസ്മാൻ്റെ ഡെപ്പോസിറ്റ് ബോക്സും. അങ്ങനെ പോലീസുകാർ അങ്ങേരെ കണ്ടെത്തുന്നു, കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നു. 12 റാൻഡം വേർഡ്സ് അടങ്ങുന്ന ഒരു പാസ്വേഡ്. അതിലെ 6 വേർഡ്സാണ് ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. ഈ പാസ്വേഡ് എന്തിനാന്ന് ചോദിച്ചാൽ 500 മില്യൺ വരുന്ന പണത്തിന് വേണ്ടിയാണ്. പക്ഷെ അത് പൈസ ആയിട്ടല്ല, ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ്. അതായത് 500 മില്യൺ വെറുത്ത് വരുന്ന ക്രിപ്റ്റോ കറൻസി. അതിരിക്കുന്നതാണേലോ മെക്കാവോയിലെ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെൻറ്റിലും. അങ്ങോട്ടാണ് നമ്മളുടെ കള്ളന്മാർ പാസ്വേഡും കൊണ്ട് പോയിരിക്കുന്നത്. പോവാന്ന് മാത്രമല്ല, ഗണ്ണും കാണിച്ച് ആ ബാങ്ക് മൊത്തത്തിൽ അങ്ങ് കൺട്രോളിലാക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് പോലീസുകാർക്ക് പിന്നെയും ഇൻഫർമേഷൻ പോകുന്നത്. പിന്നെ പറയണ്ടല്ലോ, ക്യാപ്റ്റനും ബാക്കിയുള്ള ടീമും കൂടെ നേരെ അങ്ങോട്ട് പോകുന്നു. ഈ ടവറിൻ്റെ അടിയിലിരുന്നുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയസ്സായ മനുഷ്യൻ. ഇയാളാണ് സത്യം പറഞ്ഞ ഈ ചെക്കന്മാരുടെ ബോസ്. ചെക്കന്മാരാണേലോ ഫുൾ സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവർക്ക് കിട്ടിയ ഹാഫ് പാസ്വേഡ് കൊണ്ട് ബാങ്കിനകത്തുള്ള മുഴുവൻ ഡാറ്റാസും അങ്ങ് കോപ്പി ചെയ്യുന്നു. നമ്മളുടെ ഷീമാങ് ആണെങ്കിൽ അവരുടെ ഹൈഡൗട്ടിലിരുന്ന് ഫുൾ ഹാക്കിംഗ് ആണ് പരിപാടി. മോഷണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ബാക്കിയുള്ള 4 പേരാണ്. അങ്ങനെ ഈ ഡാറ്റയൊക്കെ കോപ്പി ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത്. കോലാലംപൂരിലെ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൻ്റെ CEO ആയ ഗോഡൻ്റെ ഫയൽസ് ഇതിനകത്തുണ്ട്. അയാൾ മരിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ചിലർ പറയുന്നത് അയാളുടെ സ്വന്തം മരണം ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ്. പക്ഷെ ഞെട്ടാൻ കാരണം അതൊന്നുമില്ല. അയാളുടെ 1.5 ബില്യൺ വരുന്ന ക്രിപ്റ്റോ ഇവരുടെ സെർവറിലുണ്ട്. പക്ഷെ അത് പൊട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം വേണം. കാരണം മിലിറ്ററി ഗ്രേഡ് ലെവലിലാണ് അതിൻ്റെ ഫയർവോള്. അത് പൊട്ടിച്ചാൽ മാത്രമാണ് ആ ഡാറ്റാസ് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡാറ്റാസ് കിട്ടിയാൽ മാത്രമാണ് 1.5 ബില്യൺ കൈക്കലാക്കാനും പറ്റുള്ളൂ. എന്നാൽ ഇവർക്കാണെങ്കിൽ പ്ലാൻ അനുസരിച്ച് 3 മിനിറ്റാണ് ബാക്കിയുള്ളത്. സോ ഇവരുടെ ബോസ് വേണ്ടാന്നാണ് പറയുന്നത്. പക്ഷെ പിള്ളേരുണ്ടാ അതൊക്കെ കേൾക്കുക. അങ്ങനെ ബോസിൻ്റെ വാക്ക് വില വെക്കാണ്ട് ആ ഡാറ്റാസ് അങ്ങ് കോപ്പി ചെയ്യുന്നു. ഇവർക്ക് രക്ഷപ്പെടാനുള്ള സമയം കഴിഞ്ഞു. ബോസാണെങ്കിൽ ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോഴാണ് ബോസ് പോലും അറിയാണ്ട് ഒരു കോഫി ഷോപ്പിലെ സ്ത്രീ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നത്. അതിനകത്ത് അറിയാണ്ട് പോയിട്ട് കുടുങ്ങുകയും ചെയ്തു. സോ ബോസ് ആകെ ഭ്രാന്തിലാണ് നിൽക്കുന്നത്. അയാളുടെ മുഖങ്ങാനും ആ ക്യാമറയിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പിള്ളേർ ഒരു വിധത്തിൽ ടാസ്കൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പുറത്ത് കിടക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് പോലീസുകാർ വരുന്നത്. പിന്നെ ബോസ് വെറുതെ ഇരിക്കോ, എത്രയും പെട്ടെന്ന് ഓടാനാണ് പറയുന്നത്. പോലീസുകാരാണേലോ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏന എന്ന പ്രായം കുറഞ്ഞ ജൂനിയർ പോലീസ് അങ്ങോട്ടെത്തുന്നത്. പക്ഷെ ക്യാപ്റ്റനാണെങ്കിൽ അവളോട് ലോബി വാച്ച് ചെയ്യാനാണ് പറയുന്നത്. ജൂനിയർ അല്ലേ, അവർ ഈ കേസിൽ ഉൾപ്പെടുന്നൊന്നും സീനിയർ ടീമിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പോരാത്തതിന് ചെറിയ പ്രായമാണ്. ഈ ചെക്കന്മാരാണെങ്കിൽ അത്ര ചില്ലറക്കാരല്ല. എല്ലാവിധ മാർഷൽ ആർട്സും അരച്ച് കലക്കി കുടിച്ച ടീമാണ്. പിന്നെ പറയണ്ടല്ലോ. പിന്നാലെ വരുന്ന പോലീസുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. ക്യാപ്റ്റനെ ഗൺ പോയിന്റിൽ നിർത്തുന്നു. എന്നിട്ട് ഇവർ നേരെ പോകുന്നത് ആ ടവറിൻ്റെ ഏറ്റവും മുകളിലോട്ടാണ്. അത് മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ ലിഫ്റ്റും ഷീമാങ് ഹാക്ക് ചെയ്തിരിക്കുകയാണ്. സോ ബാക്കിയുള്ള പോലീസുകാർക്ക് മുകളിലോട്ടെത്താൻ സ്റ്റെയർ തന്നെ ശരണം. പക്ഷെ ഇതിൻ്റെ ടോപ്പ് ഫ്ലോർ വരെ കയറി പോവാന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമില്ല. ഇതിൻ്റെ ഇടയിൽ ക്യാപ്റ്റനാണേലോ ലിഫ്റ്റിൽ വെച്ച് വമ്പൻ ഫൈറ്റ്. അങ്ങേരുടെ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. ചെക്കന്മാര് അങ്ങേരെ അടിച്ചടിച്ചില്ലാണ്ടാക്കുന്നു, ഹാൻഡ് കഫ് ചെയ്യുന്നു. ഇതേസമയം ബോസാണേലോ ഇവരുടെ ഗ്രൂപ്പിൽ 5-ാമനെയും കൊണ്ട് നേരെ വൈൻ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അതും ഒരു ടാക്സിയിൽ. സോ എങ്ങാനും പോലീസ് വന്നാൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള പ്ലാൻ ബി ആണ് വൈൻ ഹോട്ടൽ. അങ്ങനെ ആ ചെക്കന്മാര് ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒരു കൂസലുമില്ലാണ്ട് നേരെ താഴോട്ടാണ് ചാടുന്നത്. പക്ഷെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം പിള്ളേർക്ക് പാരച്യൂട്ടുണ്ട്. ക്യാപ്റ്റനാണേലോ ഹാൻഡ് കഫ് ഊരിയിട്ടുണ്ട്. പക്ഷെ പിള്ളേരുടെ പിന്നാലെ പോകണമെന്നുണ്ടെങ്കിൽ താഴോട്ടെത്തണം. എന്നാൽ ലിഫ്റ്റ് ആണെങ്കിൽ ഹാക്ഡും. ഇനിയിപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ടവറിൻ്റെ മുകളിലുള്ള ബഞ്ചി ജമ്പിങ് വഴി താഴോട്ടെത്തുക. പിന്നെ അങ്ങേര് വെറുതെ ഇരിക്കോ, ചാടുന്നവൻ്റെ കൂടെ പിടിച്ച് ഒരൊറ്റ ചാട്ടം. എന്തോ ഒരു ഭാഗ്യത്തിന് സേഫായിട്ട് താഴേക്ക് എത്തിയിട്ടുണ്ട്. പിള്ളേർ പാരച്ചൂട്ട് തിരിച്ച് പോയിരിക്കുന്നത് വൈൻ ഹോട്ടലിൻ്റെ ദിശയിലോട്ടാണ്. സോ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള എല്ലാ പോലീസുകാരും അങ്ങോട്ട് പോകുന്നു. അത് മാത്രമല്ല, ഹോട്ടലിലെ അധികൃതരെ അവർ വാൺ ചെയ്യുന്നു. സോ വൈൻ ഹോട്ടലിലെ റൂഫ് ടോപ്പിൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന പിള്ളേരെ പിടിക്കാൻ നിൽക്കുകയാണ് ബോഡി ഗാർഡ്സ്. പക്ഷെ ഒരു കാര്യമില്ല, അവരുടെ കാര്യത്തിലും ഒരു തീരുമാനമാക്കുന്നു. ഇനി ചെക്കന്മാർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ ലുക്കേ മാറ്റണം. അങ്ങനെ ലുക്ക് മാറ്റിയ ഇട്ടിരിക്കുന്ന മാസ്ക് ഊരണം, ക്യാമറയിൽ കുടുങ്ങുകയും ചെയ്യും. അതൊക്കെ പരിഹരിക്കുന്നതിന് മുമ്പായിട്ട് ലവന്മാർ ലുക്ക് ഒറ്റയടിക്ക് മാറ്റുന്നതിൻ്റെ പ്രഹസനം കാണണ്ടേ? ദേ കണ്ടില്ലേ, വളരെ സിമ്പിൾ. പിന്നെ കുറച്ച് നേരത്തേക്ക് ക്യാമറയിൽ നിന്ന് പിള്ളേരെ റിമൂവ് ചെയ്യുന്ന കാര്യം ഷീമാങ് ഏറ്റു. എന്നാൽ അത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ്. അങ്ങനെ ക്യാപ്റ്റനും ബാക്കിയുള്ള പോലീസുകാരും ഹോട്ടലിലെത്തി. പിള്ളേരാണെങ്കിൽ ഫുൾ ഗെറ്റപ്പേ മാറ്റിയിട്ടുണ്ട്. പോലീസുകാരാണെങ്കിൽ ഫുൾ ബോഡി ക്യാമും കൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഗൈസ്, നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വരുന്നത് ആരാണേലും ശരി, അവരുടെ ഫേസ് വ്യക്തമായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ ഫേഷ്യൽ റെക്കഗ്നിഷൻ വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പോഴാണ് ബോസ് പുതിയൊരു ഗെറ്റപ്പിൽ അങ്ങ് അകത്ത് കിടക്കുന്നത്.
പിള്ളേരെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല, ഒരു കാരണവശാലും ഒരു ക്യാമറയിലും കുടുങ്ങാൻ പാടില്ല. പിന്നീട് അവിടെ ഡിസ്കൈസിന്റെ പെരുന്നാളാണ്. പല പല വേഷങ്ങളിൽ ബോസിന്റെ സഹായത്തോടു കൂടെ ഒരു വമ്പൻ പ്ലാനിങ്. വയസ്സായവരുടെ ഗെറ്റപ്പ്, ഫ്രീക്കൻ പിള്ളേരുടെ ഗെറ്റപ്പ്, എന്തിന് മായാമോഹിനി വരെയുണ്ട്. അങ്ങനെ എല്ലാ പോലീസിനെയും പറ്റിച്ച് ഇവർ നൈസായിട്ട് അങ്ങ് രക്ഷപ്പെട്ടു. പോലീസുകാർക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തൂല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവരുടെ ചീഫ് എത്തി. ഇത്രയും വലിയ മാരക ടെക്നോളജി ഉണ്ടായിട്ടും എങ്ങനെയാണോ കള്ളന്മാർ മിസ്സായത്? ഇതൊക്കെ കേട്ടിട്ട് ക്യാപ്റ്റനാണെങ്കിൽ കൊടുക്കാൻ ഉത്തരവില്ല. അപ്പോഴാണ് മാം ഒരു കാര്യം പറയുന്നത്. സർ, കൗശലക്കാരായ കുറുക്കന്മാരെ പിടിക്കാൻ നമുക്കൊരു വേട്ടക്കാരനെ ആവശ്യമുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നത്? വോങ്ങിനെ തിരിച്ചുകൊണ്ടുവരാനാണോ? അതെ. ഇത് കേട്ടേക്ക് ക്യാപ്റ്റൻ അങ്ങ് എതിർക്കുന്നു. മാം, വോങ് നിങ്ങളുടെ പഴയ ബോസായിരിക്കാം. അയാൾ റിട്ടയർ ആയില്ലേ? ഇത്രയും വലിയ ടെക്നോളജി ഉള്ള കാലത്ത് അയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്യാപ്റ്റൻ, ഇതേ ടെക്നോളജി യൂസ് ചെയ്തിട്ടാ ആ ചെക്കന്മാരെ നമ്മളെ പൊട്ടന്മാരാക്കിയത്. സോ ടെക്നോളജിയുടെ മഹാത്മ്യൊന്നും ആരും പറയണ്ട. വോങ്ങിനെ നമ്മൾ തിരിച്ചുകൊണ്ടുവരുന്നു. ഇത് കേട്ടേക്ക് നേരത്തെ കണ്ട ആൻ ഉണ്ടല്ലോ, വല്ലാത്തൊരു നോട്ടാണ് നോക്കുന്നത്. കാരണം ഇപ്പൊ കൊണ്ടുവരാൻ പോകുന്ന വോങ്ങിനും ആനും ഒരു ഗംഭീര പാസ്റ്റ് ഉണ്ട്. അതെന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ ക്യാപ്റ്റൻ പറഞ്ഞതനുസരിച്ച് വോങ്ങിനെ ഫോളോ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ആനും അവളുടെ പാർട്ട്ണറായ അലക്സും. ഈ അലക്സിനാണെങ്കിൽ എന്നെ ചെറിയൊരു നോട്ടം ഉണ്ടിട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സ് വോങ്ങിന്റെ ഹിസ്റ്ററി അങ്ങ് പരിശോധിക്കുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഡ്രഗ് കാർട്ടൽ, സ്മഗ്ലിംഗ് എന്ന് വേണ്ട ഏതൊരു ക്രിമിനലാണേലും അന്തക്കാലത്ത് വോങ് ഒരു പേടി സ്വപ്നമായിരുന്നു. എന്നാൽ അയാളുടെ ലാസ്റ്റ് മിഷനിൽ സ്വന്തം പാർട്ട്ണർ കൊല്ലപ്പെട്ടു. അതിനുശേഷമായിരുന്നു പുള്ളിക്കാരന്റെ റിട്ടയർമെന്റ്. എന്തായാലും ഇത്രയും വലിയ ഇൻസ്പെക്ടർ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? എന്തേ കാണ്, പുള്ളിക്കാരൻ കുറെ പട്ടീനെയും കൊണ്ട് ഒരു ക്ലീഷേ റിട്ടയർമെന്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യേ, ഇതെന്താ ഇങ്ങനെ എന്നും വിചാരിച്ചാണ് അലക്സ് നിൽക്കുന്നത്. അത്രയും ഗംഭീര കഥകളാണ് പുള്ളിക്കാരനെ കുറിച്ച് കേട്ടിരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പറയാണ്, അലക്സ് കുറച്ചു മുമ്പ് വലിയ വീരവാദം ഇരുന്നല്ലോ. ഡ്രഗ്, സ്മഗ്ലിങ്, വലക്കയുടെ മൂഡ്. ഇതിപ്പോൾ പറഞ്ഞു പിടിച്ച് പട്ടിയുടെ കണക്കും പട്ടി അപ്പിട്ടേൻ്റെ കണക്കും നോക്കേണ്ടി വരുന്ന തോന്നുന്നത്. എന്തായാലും പോലീസുകാർ പറഞ്ഞതനുസരിച്ച് ആനും അലക്സും അങ്ങേരെ ഫോളോ ചെയ്യുന്നു. പക്ഷെ ആനാണെങ്കിൽ യാതൊരു താല്പര്യമില്ല. റിട്ടയർ ആയ ഒരു മനുഷ്യനെ ചുമ്മാ ഫോളോ ചെയ്യാന്നല്ലാണ്ട് ഫീൽഡിൽ ഇറങ്ങി കളിക്കാൻ ഇന്നേ വരെ പറ്റിയിട്ടില്ല ആന്. കുറച്ചു കാലമായിട്ട് പോലീസിലുണ്ട് പുള്ളിക്കാരുത്തി. പക്ഷെ ഇന്നേ വരെ ഒരു കേസിലും ആൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വോങ് ആനിൻ്റെ ഫ്രണ്ടിലോട്ടങ്ങ് വരുന്നത്. അല്ല, നീ കുറേ നേരമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഏയ്, ഞാനൊന്നുമില്ല, എനിക്ക് നിങ്ങളെ അറിയത്ത് പോലുമില്ല. ഉറപ്പാണോ? ഒന്ന് പോയി തരുമോ? ശരി, ഓക്കെ. അപ്പം പിന്നെ കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് നീയും നിൻ്റെ കൊളീഗും എന്നെ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ പട്ടികളെയും കൊണ്ട് പോകുമ്പോൾ പെറ്റ് ഷോപ്പിൽ വെച്ച് കണ്ടത് ചിലപ്പോൾ നിന്നെ ആയിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെക്കുറിച്ച് നോട്ടിൽ എന്തൊക്കെയോ കുറിച്ച് വെക്കും, എന്നിട്ട് ആ പേപ്പർ കീറിക്കളയും. അതും നീ ആയിരിക്കില്ല അല്ലേ? പിന്നെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഒരു തൻ്റെ പേഴ്സ് അടിച്ചു മാറ്റി. ആ പേഴ്സ് നിൻ്റെ കൊളീഗിൻ്റെ ആയിരിക്കില്ല അല്ലേ എന്നും പറഞ്ഞ പേഴ്സ് അങ്ങ് വെച്ചു കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് ആനും അലക്സും കൂടെ ഫോളോ ചെയ്യുന്നത് അങ്ങേർക്ക് മനസ്സിലായി. അത് മാത്രമല്ല, എന്നെ വോങ് തിരിച്ചറിഞ്ഞു. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. കുറച്ചു മുമ്പ് അലക്സ് പറഞ്ഞില്ലേ വോങ്ങിൻ്റെ പാർട്ട്ണർ മരിച്ചുപോയിന്ന്. ആ പാർട്ട്ണറിൻ്റെ മകളാണ് സാക്ഷാൽ ആൻ. അങ്കിൾ വോങ്, 8ാം വയസ്സിലാണ് നിങ്ങളെ ഞാൻ അവസാനമായിട്ട് കണ്ട്. എന്നിട്ടും തിരിച്ചറിഞ്ഞു അല്ലേ? നിന്നെക്കുറിച്ച് ഞാൻ എപ്പോഴും തിരക്കാറുണ്ടായിരുന്നു. നീ പോലീസിൽ ചേർന്നതും നിൻ്റെ അച്ഛൻ്റെ ബാഡ്ജ് സ്വന്താക്കിയതും അങ്ങനെയെല്ലാം എനിക്കറിയാം. അല്ല, നീ ആര് പറഞ്ഞിട്ടാ ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്നത്? ഇത് കേട്ടേക്ക് വോങ്ങിനെ നേരെ സ്റ്റേഷനിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ആ സ്റ്റേഷൻ മുഴുവനായിട്ടൊന്ന് കാണിക്കുന്നത്. അതൊരു മാരക സെറ്റപ്പാണ്. അങ്ങനെ ക്യാപ്റ്റനും മാമും ചേർന്ന് വോങ്ങിനെ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ കേസന്വേഷണം ആരംഭിച്ചു. വോങ് ആദ്യം തന്നെ വൈൻ ഹോട്ടലിലെ CCTV ഫുട്ടേജാണ് ചോദിക്കുന്നത്. പക്ഷെ അറിയാലോ, എപ്പോഴാണോ കള്ളന്മാരകത്ത് കയറിയത് ഏകദേശം ആ ഒരു സമയത്ത് തന്നെ ക്യാമറാസ് മൊത്തത്തിൽ ഹാക്കായിട്ടുണ്ട്. എന്നാൽ ക്യാമറ കട്ടാവുന്നതിൻ്റെ 15 സെക്കൻഡ് മുമ്പുള്ള വിഷ്വൽസിൽ കള്ളന്മാർ നല്ല വൃത്തിക്ക് കുടുങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരമായിട്ട് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് വോങ് അങ്ങ് കണ്ടുപിടിച്ച്. കാരണം കള്ളന്മാർ വേഷം മാറിയിട്ടാണ് അകത്ത് കയറിയിട്ടുള്ളത്. എന്നാൽ അവർ കയറിയപ്പോൾ തന്നെ നോക്കുന്നത് ക്യാമറയിലോട്ടാണ്, അത് ഓണാണോ ഓഫാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതും വെച്ചാണ് വോങ് അവരെ അങ്ങ് തിരിച്ചറിയുന്നത്. ശേഷം ക്യാമറ ഓഫ് ആവുന്നു, ഡിസ്കൈസ് ആരംഭിക്കുന്നു, ക്യാമറ തിരിച്ച് ഓൺ ആവുന്നു. ഇങ്ങേരുടെ ഫൈൻഡിങ്സ് ഒക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ബാക്കിയുള്ള പോലീസുകാർ. ഇതേസമയം പിള്ളേരുടെ ഹൈഡ് ഔട്ടാണ് കാണിക്കുന്നത്. അപ്പോഴാണ് മറ്റൊരു കാര്യം റിവീൽ ആവുന്നത്. ഷീമാങ്ങിന് ഒരു ട്വിൻ ബ്രദർ ഉണ്ട്. അങ്ങേരാണ് ബോസിന്റെ ടാക്സി ഓടിച്ചിരുന്നത്. അവന്റെ പേരാണ് ഷീവോങ്. അങ്ങനെ അങ്ങോട്ടതാ ഇവരുടെ ബോസ് വരുന്നു. എന്നാൽ പിള്ളേരാണെങ്കിൽ അവനെ ഫാദർ എന്നാണ് വിളിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഫാദർ വന്നിട്ട് വൻ സീനാക്കുകയാണ്. അയാൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഗോർഡന്റെ ഡാറ്റാസ് എടുക്കാൻ നോക്കി. അതുകൊണ്ടാണ് പോലീസുകാർ വന്നതും കഫേയിൽ നിൽക്കുന്ന ഏതൊരു സ്ത്രീക്ക് ഇങ്ങേരുടെ ഫോട്ടോ കിട്ടിയതും. ഇങ്ങേര് ഇതും പറഞ്ഞ് പിള്ളേരെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേരെ പിടിച്ചിർത്താൻ ഒരുത്തനെ കൊണ്ടും പറ്റുന്നില്ല. ഷീവോങ് ആണേലോ എതിർക്കാനും നോക്കുന്നില്ല. അതിനുണ്ട് ഒരു കാരണം.
അങ്ങനെ ഫാദർ കത്തിയെടുക്കുന്നു, ഷീമാങ്ങിന്റെ നേർക്ക് പോകുന്നു. എടാ പന്നെ, നീ കാരണ ഇതെല്ലാം സംഭവിച്ച്, മേലാൽ ഇത് ആവർത്തിക്കരുത്. അങ്ങനെ ഒരു വിധത്തിൽ ഫാദറിനെ പിടിച്ചിരുത്തുന്നു. ഇതേ സമയം സ്റ്റേഷനിലാണെങ്കിൽ കേസ് തകൃതിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കള്ളന്മാരെപ്പോഴാണോ വേഷം മാറിയിട്ടുള്ളത് അതിനുശേഷമാണ് ക്യാമറ തിരിച്ച് ഓണായിരിക്കുന്നത്. എന്നാൽ വേഷം മാറിയോണ്ട് തന്നെ ഒരുത്തനും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം ആദ്യം കാണുന്ന മുഖമല്ല പിന്നീട് കാണുന്നത്. എന്നാൽ ഇത്രയും പോലീസുകാർ അവരുടെ മുഖമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വോങ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. അവരെങ്ങനെ നടക്കുന്നു, ഇരിക്കുന്നു, ചാടുന്നു എന്ന് വേണ്ട സകലമാന കാര്യവും നേരത്തെ കണ്ട 15 സെക്കൻഡിൽ നിന്ന് അങ്ങേരങ്ങ് ഒപ്പിയെടുക്കുന്നു. അതും വെച്ച് ക്യാമറയിൽ സെർച്ച് ചെയ്യാനാണ് വോങ് പറയുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഗംഭീര ടീം വർക്ക് കാരണം പിള്ളേരുടെ പൊസിഷൻ കണ്ടെത്തി. അപ്പോഴാണ് ചെക്കന്മാരിൽ ഒരുത്തൻ ഇട്ടിരിക്കുന്ന കോട്ട് ശ്രദ്ധിക്കുന്നത്. ആ കോട്ട് വോങ് എവിടെയോ കണ്ടിട്ടുണ്ട്. കുറെ നേരമായിട്ട് ഈ ഒരു CCTV വിഷ്വൽസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെവിടെയോ ഇങ്ങേര് കണ്ടിട്ടുണ്ട് ഇതേ സെയിം കോട്ട്. വിച്ച് മീൻസ് ഈ കോട്ട് ഇവൻക്ക് ആരോ കൊടുത്തിട്ടുള്ളതാ. അതാരാന്ന് ഞാനായിട്ട് പറയണ്ടല്ലോ, ഫാദറാണ്. പിള്ളേര് വൈനിലോട്ട് കടന്നപ്പോ തന്നെ അവരെ സഹായിക്കാൻ ഫാദർ അകത്തോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കോട്ടിട്ടിരിക്കുന്ന ഫാദറിനെ വോങ് അങ്ങ് കണ്ടുപിടിച്ചു. അപ്പോഴാണ് ക്യാപ്റ്റന് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. ഇവർ ടവറിൽ എത്തിയ സമയത്ത് തന്നെ അവിടെ ഫാദറും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ക്യാപ്റ്റൻ എത്തിയ സമയത്ത് തന്നെയാണ് കോഫി ഷോപ്പിലെ സ്ത്രീ ഫാദറിനെ അങ്ങ് ഫോട്ടോ എടുക്കുന്നതും. സോ ആ സ്ത്രീനെ പിടിച്ച ഫാദറിന്റെ ഫോട്ടോ കിട്ടും. ഇതേ സമയം ചെക്കന്മാരെയും ഫാദറിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഷീവോങ്ങും ഫാദറും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് പറയുന്നത്. പണ്ട് കാലത്ത്, അതായത് ഷീവോങ്ങിന്റെ ചെറുപ്പകാലത്ത് ഫാദറിന്റെ ജീവൻ പോകുന്നൊരു സിറ്റുവേഷനിൽ നിന്ന് ഷീവോങ് അങ്ങേരെ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് ഭയങ്കര കാര്യമാണ് ഷീവോങ്ങിനെ. ബാക്കിയുള്ള പിള്ളേരെയൊന്നും അത്ര വലിയ വിശ്വാസമല്ല. എന്നാൽ ഇവനോട് മാത്രം ഒരു പ്രത്യേക വാത്സല്യാണ്. ഇതേ സമയം സ്റ്റേഷനിലാണെങ്കിൽ സ്ത്രീ എടുത്ത ഫോട്ടോ കിട്ടി. എന്നാൽ ബ്ലേഡ് ആയിരുന്നു. പക്ഷെ ആ ബ്ലേഡ് ഇമേജ് കണ്ടേക്ക് വോങ്ങിന് ആളെ പിടികിട്ടി. 80s ഒരു എക്സ് ഫോറിൻ സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ഒരു ഓഫീസറാണ് ഷേഡോ. അയാളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ഒരാൾക്കും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷേഡോ ഗവൺമെന്റിനെതിരായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ധാരാളം പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും ആർമി ഓഫീസേഴ്സിനെയും അവൻ ഇല്ലാണ്ടാക്കി. അതും ജസ്റ്റ് ഒരു കത്തി കൊണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു അസാസിൻ. അതായിരുന്നു സാക്ഷാൽ ഷേഡോ. പിന്നീട് ഇങ്ങേര് ധാരാളം ബാങ്ക് ഹൈസ്റ്റ്, കൊലപാതകങ്ങൾ, സ്മഗ്ലിംഗ് എന്ന് വേണ്ട എല്ലാത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യം 99 അവനെക്കുറിച്ച് യാതൊരു ട്രേസും ഇല്ലാണ്ടായി. സോ ഇത്രയും വർഷമായിട്ട് ഷേഡോ എന്ന കൊടും ക്രിമിനൽ മിസ്സിംഗ് ആണ്. അവനാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് വോങ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസർക്ക് ഒരു ലീഡ് കിട്ടുന്നത്. അവരിൽ നിന്ന് ഷീവോങ്ങുമായിട്ട് ഷേഡോ പോയിട്ടുള്ള ഒരു ടാക്സി കാറിലാണ്. അത് സിറ്റിയിലെ ഓൾഡ് ടൗണിലെ ഒരു ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ക്യാമറയിലും ആ കാറില്ല. സോ ഓൾഡ് ടൗൺ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചാൽ എന്തേലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് കേട്ടേക്ക് വോങ് പറയാണ്, എന്നാ പിന്നെ നിങ്ങളുടെ ഗ്രൗണ്ട് സർവൈലൻസ് ടീമിനെ വിളിക്ക്, ഇപ്പൊ തന്നെ അന്വേഷണം ആരംഭിക്കാം. ഇത് കേട്ടേക്ക് പോലീസുകാർക്ക് ഒന്നും മിണ്ടാൻ കിട്ടുന്നില്ല. കാരണം ഇത്രയും വലിയ ടെക്നോളജി ഉള്ള കാരണം ഗ്രൗണ്ട് സർവൈലൻസിനൊന്നും ഒരു ടീമേ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ പുതിയൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ടീമിനെ ഉണ്ടാക്ക്. പിന്നെ മറ്റൊരു കാര്യം, അങ്ങനെ ഒരു ടീം ഉണ്ടാക്കുമ്പോൾ കള്ളന്മാർ നേരിട്ട് കാണാത്ത ഓഫീസർമാർ വേണം. ഇത് കേട്ടേക്ക് വോങ്ങിനോട് തന്നെ തയ്യാറാക്കാനാ ചീഫ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീനിയർ ടീം വന്നിട്ട് ചുമ്മാ എന്നെ ഇട്ട് ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ഹൈറ്റ് ഇല്ല. ആ ഒരു കാരണവും പറഞ്ഞ് നിരന്തരം കളിയാക്കല. ഇത്രയും കാലം സഹിച്ചു, ഇനി അവളെ കൊണ്ട് പറ്റത്തില്ല. സോ സീനിയർ ടീമിന്റെ അണ്ടം കലക്കണാൻ. ഇതൊക്കെ കണ്ടുകൊണ്ട് വരികയാണ് വോങ്. തന്നെ സ്ക്വാഡിൽ ചേർക്കാത്തതിന്റെ ടെമ്പറാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ വോങ്ങിന് നല്ല പേടിയുണ്ട്. ഇതേ ടെമ്പർ തന്നെയായിരുന്നു അവളുടെ അച്ഛൻ്റെ മരണകാരണം. തൻ്റെ പാർട്ട്ണറിന് എന്താണോ സംഭവിച്ച് അത് ആനിന് സംഭവിക്കാൻ പാടില്ല. സോ അവരൊറ്റ പോയിന്റിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്തു, താൻ ചത്താലും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ചീഫ് പറഞ്ഞതുപോലെ ഒരു പക്ക സർവൈലൻസ് ടീമിനെ വോങ് തയ്യാറാക്കുന്നു. ഇത്രയും കാലമായിട്ട് ഫീൽഡ് എക്സ്പീരിയൻസ് ഇല്ലാത്ത, കള്ളന്മാർ തിരിച്ചറിയാത്ത, ആർക്കും വേണ്ടാത്ത ഒരു ജൂനിയർ ടീമിനെയാണ് അങ്ങേര് സെലക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള മിക്ക പോലീസിനെയും ആ ചെക്കന്മാർ നേരിട്ട് കണ്ടിട്ടുണ്ട്. സോ ഈ ടീമാണ് എന്തുകൊണ്ടും സേഫ്. ഗൈസ്, നമ്മൾ പിടിക്കാൻ നോക്കുന്നത് ഒരു പഴയ കുറുക്കനെയാണ്. അതുകൊണ്ട് അയാളുടെ രീതികളും പഴയതാവും. സോ നമ്മളും പഴയ കാലത്തെ ഹണ്ടേഴ്സ് ആവണം. സർവൈലൻസ് സമയത്ത് നിങ്ങളുടെ മെയിൻ ഇൻസ്റ്റിങ്ക്റ്റ് വാച്ച് ആൻഡ് മെമ്മറൈസ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗംഭീര ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഇവർക്കെല്ലാവർക്കും ഇനി അങ്ങോട്ട് എങ്ങനെ നടക്കണം എന്ന് വരെ പറഞ്ഞു കൊടുക്കുന്നു. ഓൾഡ് ടൗൺ എന്ന സിറ്റിയിലെ വലിയൊരു ഭാഗത്തായിരിക്കും ഇവരുടെ അന്വേഷണം. സോ സിറ്റിയിൽ ഇവർ പക്ക ബ്ലെൻഡിനാവണം. അതിനായിട്ട് ഓരോരുത്തർക്കും ഓരോ ഗെറ്റപ്പ് കൊടുക്കുന്നു. ഡെലിവറി ബോയ്, ടാക്സി ഡ്രൈവർ, കപ്പിൾസ്, സൈക്ലിംഗ് ചെയ്യുന്ന ആൾ, ബണ്ണ് വിൽക്കുന്ന ആൾ എന്ന് വേണ്ട ഒരു ഡെയിലി ലൈഫിൽ ആരെയൊക്കെ കാണുന്നോ അതേ ഗതിയിലാക്കിയെടുക്കുകയാണ് ഓരോ പിള്ളേരെയും. പോലീസാന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പാടില്ല. എന്തായാലും പിള്ളേരെ മൊത്തത്തിൽ ഫീൽഡിൽ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് വോങ് ആണേലോ ആനിൻ്റെ കൂടെ ഒരു കാറിലിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അതിനകത്തിരുന്നുകൊണ്ടാണ് ഫുൾ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റൊരു കാര്യം, ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പേരുകളാണ് വോങ് നൽകിയിട്ടുള്ളത്. അതാണ് കോമഡി.
നൂഡിൽസ്, പുഡിങ്, ചോപ്സ്റ്റിക്സ്, ഡോഗ് ഹെഡ്, അങ്ങനെയുള്ള കുറെ കൊനിഷ്ട് പേരുകൾ. എന്തായാലും നമ്മളുടെ ആൻ ആകെ ദേഷ്യത്തിലാണ്. ഇത്രയും പിള്ളേരെ പുള്ളിക്കാരൻ ഫീൽഡിൽ ഇറക്കി, പക്ഷെ ഇവളെ മാത്രം കാറിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. കൊണ്ട് നടക്കുന്നത് പോട്ടേന്ന് വെക്കുക. അങ്ങേർക്ക് വേണ്ട ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, ചായ വാങ്ങിച്ചു കൊടുക്കണം, ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കണം. എന്നാൽ അതിൽ നിന്ന് ഒരു ആപ്പിൾ എടുക്കാൻ സമ്മതിക്കൂ? അതുമില്ല. ചുരുക്കി പറഞ്ഞ ഒരു ഗതികെട്ട ലൈഫ്. അങ്ങനെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 12 ദിവസം കഴിഞ്ഞു. സ്റ്റിൽ സർവൈലൻസ് എന്നല്ലാണ്ട് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷീമാങ്ങിനെ കാണിക്കുന്നത്. അവനൊരു അബാൻഡൻ ഓർഫനേജിലാണ് ഒളിച്ചിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് പുള്ളിക്കാരൻ എന്തോ വലിയ പ്ലാൻ ഉണ്ട്. അതെന്താണെന്നും ഏതാണെന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ ഈ സമയത്താണ് ഷീമാങ് പാസ്റ്റ് ആലോചിക്കുന്നത്. ഈ ഒരു ഓർഫനേജിലാണ് ഈ 5 ചെക്കന്മാരും ജനിച്ചു വളർന്നത്. എന്നാൽ അവർക്കൊരു വളർത്തച്ഛനുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ക്യാഷ്, ഫുഡ്, കളിപ്പാട്ടം എന്ന് വേണ്ട സകലമാന സാധനവും ആ വളർത്തച്ഛനാ ചെയ്തു കൊടുത്തിരുന്നത്. അയാൾ വേറെ ആരുമില്ല, സാക്ഷാൽ ഷേഡോ ആണ്. അതുകൊണ്ട് തന്നെയാണ് പിള്ളേരെല്ലാവരും അവനെ ഫാദർ എന്ന് വിളിക്കുന്നത്. അവർക്ക് അത്രയും ബഹുമാനാണ് ഫാദറിനെ. ഇതേ സമയം ഷേഡോക്ക് ഷേവ് ചെയ്ത് കൊടുക്കുകയാണ് ഷീവോങ്. ഫാദർ, നമ്മൾ കൊള്ളയടിച്ച 1.5 ബില്യൺ വെറുത്ത് വരുന്ന ക്രിപ്റ്റോ ഒരു ഡിജിറ്റൽ വോൾട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ലൊക്കേഷനിലോട്ട് കയറി ചെല്ലാൻ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ വേണം. അത്രയും വലിയൊരു മാരക സ്ഥലത്താണ് അതിരിക്കുന്നത്. ഡീക്രിപ്ഷൻ കീ മറ്റേ ഫയലിൽ നിന്ന് നമുക്ക് കിട്ടി. സോ ഇനി ആ ക്രിപ്റ്റോ മോഷ്ടിക്കണം. അതിനുള്ള പ്ലാനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷീമാങ്. ഇതൊക്കെ കേട്ടേക്ക് അങ്ങേര് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ കയ്യിലൊരു കത്തിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നെ കൊല്ലാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഞാൻ അറിയാണ്ടായിരിക്കണം. ഇതിങ്ങേര് പറയാൻ 2 കാരണമുണ്ട്. കുറച്ചു മുമ്പ് ഷേഡോക്ക് ഷീമാങ്ങിന് നേരെ കത്തി ചൂണ്ടിയിരുന്നു. അത് കണ്ടേക്ക് തൻ്റെ അനിയനൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ ഷീവോങ് അപ്പം മുതൽ ഒരു കത്തി സൂക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഷീവോങ്. ഒരു പുല്ലനങ്ങിയാൽ പോലും അവരുടെ ഫാദർ അഥവാ ഷേഡോ അത് മനസ്സിലാക്കും. അത് തന്നെയാണ് 2ാമത്തെ കാരണവും. ഒരു അസാസിൻ ഏത് കാലത്തും അലേർട്ടായിരിക്കും. അയാളെ തീർക്കാൻ അയാൾ തന്നെ വിചാരിക്കണം. അതാണ് ഷേഡോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതേ സമയം മേനാണെങ്കിൽ വോങ്ങിനോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. 12 ദിവസമായി ഇങ്ങരുടെ കൂടെ ചോറും ചായയും മേടിച്ചു കൊടുത്ത് നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ മടുത്തു. നീ ചൂടായിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ സർവൈലൻസ് അസിസ്റ്റൻ്റായിട്ട് നീ ഇവിടെ തന്നെ കാണണം. ഇറ്റ്സ് എൻ ഓർഡർ. മനസ്സിലായല്ലോ? അങ്ങനെ പോവും ഓരോരുത്തരുടെയും പൊസിഷൻസ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോഴും ഒരേ സ്ഥലത്ത് ഒരേ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആർക്കായാലും സംശയം വരും. അങ്ങനെ 15ാം ദിവസം എന്നത്തെയും പോലെ വോങ്ങിന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ആൻ. എന്നാൽ അപ്പോഴാണ് കുറേ ഗുണ്ടകൾ ചേർന്ന് ഒരു സ്ത്രീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട ആൻ വെറുതെ ഇരിക്കുമോ? ആ ഗുണ്ടകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. ഇത് കണ്ടേക്ക് വോങ്ങാണെങ്കിൽ വേണ്ട വേണ്ട എന്നൊരു 100 പ്രാവശ്യം പറയാണ്. കാരണം ഇവളെങ്ങാനും പോലീസാന്നും പറഞ്ഞ് ഗുണ്ടകളുടെ നേർക്ക് പോയാൽ അവരുടെ കവർ അങ്ങ് ബ്ലോൺ ആവും. പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ? അങ്ങനെ ഗുണ്ടകളുമായിട്ട് അങ്ങ് ഫൈറ്റ് തുടങ്ങി. എന്നാൽ അവന്മാരാണെങ്കിൽ എന്നെ പിടിച്ചു വെക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, വോങ് ഇറങ്ങുന്നു. എല്ലാത്തിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. അങ്ങനെ അവർ തിരിച്ച് വണ്ടിയിൽ കയറി. നിനക്കെന്താ വല്ല ഭ്രാന്തുണ്ടാ പണ്ടാറടങ്ങാനായിട്ട്? നീ എങ്ങാനും പോലീസാന്ന് പുറത്തിറങ്ങാ നമ്മളുടെ പ്ലാൻ എല്ലാം കൊളാവും. അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര പ്ലാനിങ് ആലോ. കുറെ തിന്ന് മുടിച്ചിരിക്കാന്നല്ലാണ്ട് ഷേഡോയും ഇല്ല, ഒരു തേങ്ങയില്ല. ആൻ 2 ആഴ്ചയായിട്ടുള്ളൂ. നിനക്കറിയോ, 8 മാസമായിരുന്നു എൻ്റെയും നിന്റെ അച്ഛൻ്റെയും ഏറ്റവും വലിയ മിഷൻ. പിന്നെ അറിയാണ്ടിരിക്കോ? അവിടെ വെച്ചിട്ടാണല്ലോ എൻ്റെ അച്ഛൻ നിങ്ങൾ കാരണം കൊല്ലപ്പെട്ട്. ഇത് കേട്ടേക്ക് വോങ്ങാണെങ്കിൽ ആകെ ഇല്ലാണ്ടാവുന്നു. അതെ, എൻ്റെ കാരണം തന്നെയാണ് നിന്റെ അച്ഛൻ കൊല്ലപ്പെട്ട്. ഇന്ന് നീ കാണിച്ച പോലത്തെ ഒരു മണ്ടത്തരം അന്ന് ഞാനും കാണിച്ചു എന്നും പറഞ്ഞ കഥയങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. വലിയൊരു ഡ്രഗ് ലോഡിനെ പിടിക്കാനായിട്ട് 8 മാസത്തോളം വോങ്ങും പാർട്ട്ണറും കൂടെ അണ്ടർ കവർ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ഒരു കുട്ടിയെ കൺമുന്നിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നത്. ഇതൊക്കെ കണ്ട വോങ് പിന്നെ വെറുതെ ഇരിക്കോ? തൻ്റെ കവർ അങ്ങ് ബ്ലോൺ ചെയ്യാൻ അങ്ങേരങ്ങ് തീരുമാനിച്ചു. ആനിൻ്റെ അച്ഛനാണെങ്കിൽ വേണ്ടാന്ന് കുറേ പറയുന്നു. എന്നാൽ വോങ് ആണേലോ പോകുന്നു, അവരെ തടയുന്നു. അപ്പോഴാണ് ആ ഡ്രഗ് ലോഡ് അങ്ങ് പുറത്തേക്ക് വരുന്നത്. അവരുടെ ആൾക്കാരെ തടയുന്നത് കണ്ട വോങ്ങിനെ അങ്ങേര് കൊല്ലാൻ തീരുമാനിച്ചു. സോ പാർട്ട്ണറിന് വേറെ വഴിയുണ്ടായിരുന്നില്ല. പോലീസ് എന്നും പറഞ്ഞ് അങ്ങ് ഗണ്ണെടുക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, വോങ്ങിന്റെ കൺമുന്നിൽ വെച്ച് സ്വന്തം പാർട്ട്ണറിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് വോങ്ങാണെങ്കിൽ ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, അവൻ രക്ഷിക്കാൻ ശ്രമിച്ച ആ കുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഈ കഥയൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൻ. അവൾക്ക് മനസ്സിലായി അവളുടെ മിസ്റ്റേക്ക് എന്താണ്. അത് മാത്രമല്ല, ഇവരുടെ ഈ സംഭാഷണങ്ങളൊക്കെ എൻ്റെയർ പോലീസ് സ്റ്റേഷൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കിതൊക്കെ കേട്ടിട്ട് എന്താ പറയേണ്ടതെന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മാർക്കറ്റിലായിട്ട് ഷേഡോനെ അങ്ങ് കാണുന്നത്. ഇവർ കിട്ടിയ ബ്ലേഡ് ഫോട്ടോ അനുസരിച്ച് ഇയാളായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. സോ ഷേഡോനെ ഐഡന്റിഫൈ ചെയ്യാൻ മുഴുവൻ ടീമിനെയും മാർക്കറ്റിലോട്ട് അങ്ങ് വിളിച്ചു വരുത്തുന്നു. ഗൈസ്, ഷേഡോ ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും. കഴിഞ്ഞ മിഷനിൽ നിന്ന് നിങ്ങളുടെ ഫേസ് അവൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. സോ ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഫോളോ ചെയ്യാൻ. നീയാണ് അവനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ പോലീസ് ഗ്രൂപ്പിൽ മോഷണ സമയത്ത് അവൻ നേരിട്ട് കാണാത്ത ഒരേ ഒരാൾ അത് നീയാണ് എന്നും പറഞ്ഞ് ആനെ അങ്ങ് ഫീൽഡിൽ ഇറക്കുന്നു. ഇപ്പോഴാണ് ആന് മനസ്സിലാവുന്നത് എന്തിനാണ് ഇത്രയും നേരം കൂടെ നിർത്തിയെന്ന്. അങ്ങനെ പോലീസുകാരും വോങ്ങും കൂടെ മാർക്കറ്റിലെ ഫുൾ CCTV അങ്ങ് ആക്സസ് ചെയ്യുന്നു. അത് മാത്രമല്ല,
പിള്ളേർക്ക് കറക്റ്റായി നിൽക്കേണ്ട പൊസിഷൻസ് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഇവർ വേണം ഷാഡോനെ ഐ ഡി ചെയ്യാൻ. അങ്ങനെ ഐ ഡി ചെയ്യാനായിട്ട് ഇവർക്ക് ബോഡി ക്യാംസ് ഉണ്ട്. സോ ഇവർ ഓരോരുത്തരായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കപ്പിൾസായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പുഡിങ് അവൻ ഐ ഡി ചെയ്യാനായിട്ട് അടുത്തോട്ട് പോകുന്നത്. എന്നാൽ ഈ പുഡിങ്ങിനെ മറ്റേ ടവറിനകത്ത് വെച്ച് ഷാഡോ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അപ്പോഴാണ് ക്യാപ്റ്റൻ ഓർമ്മ വരുന്നത്. സോ ക്യാപ്റ്റൻ വേഗം തന്നെ വിളിച്ചു പറയുന്നു. ഷാഡോ ആണെങ്കിൽ പുഡിങ്ങിന്റെ തൊട്ട് മുമ്പിലുണ്ട്. പുഡിങ് അവനെ ഐഡന്റിഫൈ ചെയ്യാൻ പോയിട്ട് കുടുങ്ങാനാണ് പോകുന്നത്. സോ നോ അതർ ചോയ്സ്. തൊട്ടടുത്ത് കപ്പിളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസറിനെ കിസ് ചെയ്യുന്നു. അതുകൊണ്ട് മാത്രം അങ്ങേരുടെ മുഖം ഷാഡോ ശ്രദ്ധിക്കുന്നില്ല. സോ തൽക്കാലത്തിന് രക്ഷപ്പെട്ടു. ഇനിയാണ് ആനിന്റെ പ്ലാൻ. അവള് നൈസായിട്ട് ഒന്നും അറിയാത്തതുപോലെ എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിലത്താണെങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. എന്തായാലും ഷാഡോ അതുവഴിയാണ് പോവുക. സോ വെള്ളത്തിൽ അങ്ങേരുടെ റിഫ്ലക്ഷൻ ഉണ്ടാവും. അത് മാത്രം മതി അങ്ങേരെ തിരിച്ചറിയാനായിട്ട്. അങ്ങനെ ഷാഡോയുടെ ഫേസ് കിട്ടി. പക്ഷെ ഷാഡോക്കാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട്, ആരൊക്കെയോ ഫോളോ ചെയ്യുന്നത് പോലെ. സോ അങ്ങ് തിരിഞ്ഞു നോക്കുന്നു. ആ സമയത്ത് ഇവളാണേലോ ഷാഡോനെ തിരിച്ചറിഞ്ഞു എന്നും പറഞ്ഞ് ഇയർബഡും അങ്ങ് കൈവെക്കുകയാണ്. ഷാഡോ തിരിയുന്നത് കണ്ടേക്ക് എത്രയും പെട്ടെന്ന് കൈയെടുക്കാനാ വോങ് പറയുന്നത്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇതേ സമയം പോലീസുകാരാണേലോ ഷാഡോയുടെ നേർക്ക് ക്യാമറ തിരിക്കുന്നു. ഈ ക്യാമറ തിരിയുന്ന സമയത്താണെങ്കിൽ സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് അതും നിർത്തിവെക്കാനാ വോങ് പറയുന്നത്. എന്തായാലും ഷാഡോക്ക് മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ ഷാഡോ അറിയാതെ അവനെ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമല്ല അങ്ങേരുടെ ഫ്ലാറ്റ് കണ്ടെത്തി. ഇനി ഏതാണ് റൂം എന്നുള്ളത് കണ്ടെത്തണം. സോ ആൻ പിന്നെയും ഒന്നും അറിയാത്തതുപോലെ ഹെഡ്ഫോണും വെച്ച് ലിഫ്റ്റ് കാത്തു നിൽക്കുന്ന ഷാഡോയുടെ അടുത്തോട്ട് പോകുന്നു. വോങ്ങിനാണെങ്കിൽ ഭയങ്കര ഡൗട്ട്, ഇവൻ നേരത്തെ ആൻ ഇയർബഡുമ കൈവച്ച് കണ്ടിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത്. സോ ക്യാമറ വീണ്ടും പരിശോധിക്കുന്നു. അപ്പോഴാണ് അങ്ങേർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഷാഡോ അത് കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങേരൊന്നും നോക്കിയില്ല. മറ്റേ ആപ്പിൾ എടുക്കുന്നു, ക്യാമറ എടുക്കുന്നു, നേരെ ലിഫ്റ്റിന്റെ അടുത്തോട്ട് പോകുന്നു. ഇവിടെ ഷാഡോ ആണെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി കത്തിയെടുക്കുന്നു. ഇവിടെ വെച്ച് പാർട്ട് 1 ഞാൻ നിർത്തുന്നു. പാർട്ട് 2ന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.